പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ ഇന്ന് വീട്ടിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാനിപ്പോൾ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട്. അപ്പോഴത്തേക്കും നമുക്കിന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. ബാ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ചെമ്പരത്തി വേണം. ഇന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഉണ്ടായിരുന്ന ചെമ്പരത്തിയൊക്കെ മുഴുവൻ മണ്ടയ്ക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലടാ, എനിക്ക് പൊക്കയില്ല. പിന്നെ നമുക്ക് താഴത്തെ നിലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കറ്റാർ വാഴ വേണം. ഹെയർ ലെങ്ത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ആ യെല്ലോ കളറൊക്കെ പോകാൻ വെച്ചു. അതിന് ശേഷം ചെമ്പരത്തി നല്ലോണം കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചാൽ മതി. എന്നിട്ടൊരു തുണി വെച്ചാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത്, പെട്ടെന്ന് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അലോവേറ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ ഓയിലിംഗ് ബോട്ടിലോട്ടാണ് ആക്കുന്നത്. കാരണം ഇത് ഭയങ്കര ലിക്വിഡായിട്ട് ഇരിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ കൈവച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ ബോട്ടിലുള്ളതുകൊണ്ട് ബോട്ടിലെടുത്തതാണ്. പിന്നെ ഹെയർ നല്ലോണം മസാജ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ഓയിലെടുത്ത് എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മളിത് ഹെയർ ലെങ്ത്തിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്നോ, കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് ഒലിച്ചിറങ്ങൂടാ. പിന്നെ ഞാനിങ്ങനെ ഒരു തോർത്തൊക്കെ എടുത്ത് വട്ടത്തിൽ തലയിൽ കെട്ടി വയ്ക്കുമ്പോഴത്തേക്കും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തല നല്ലോണം കഴുകണം. എന്നിട്ട് ഇതേ കഴുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. മുടി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മളൊരു ഷാമ്പൂ ഒക്കെ ഇട്ടൊരു എഫക്റ്റിൽ കിടക്കും. ഇത് സത്യം പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഷാമ്പൂ എന്നൊക്കെ നമുക്ക് പറയാം.